ഇസ്ലാമിക ആദർശത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. ദുആ അല്ലാഹുവിന് മാത്രമാണ്, ഇബാദത്തുകൾ അല്ലാഹുവിന് മാത്രമാണ്, ശരിയും തെറ്റും നിർണയിക്കാനുള്ള അവകാശവും അല്ലാഹുവിന് മാത്രമാണ്. അപ്പോൾ ഇതിൽ ചിലത് മാത്രം അല്ലാഹുവിന് കൊടുക്കുക, ചിലത് അല്ലാഹു അല്ലാത്തവർക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ഇസ്ലാമിൽ ശരിയായ നിലപാടല്ല. ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിൽ അത് ഉൾപ്പെടുത്താൻ കഴിയില്ല. അപ്പോൾ പിന്നെ എന്താണ് നമ്മുടെ രാഷ്ട്രീയ വീക്ഷണം, കാഴ്ചപ്പാടെന്താണ്? ശരിയും തെറ്റും പൂർണ്ണമായും നിർണയിക്കാനുള്ള അവകാശം അല്ലാഹുവിനാണ് എന്നൊരാൾ വിശ്വസിച്ചാൽ ഇസ്ലാമേതര വ്യവസ്ഥയിൽ, ഇസ്ലാമിന് നേതൃത്വമോ അധികാരവും ഇല്ലാത്ത വ്യവസ്ഥയിലും അയാൾ ചില രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട്. പൂർണ്ണമായും അത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയോ അല്ലെങ്കിൽ പൂർണ്ണമായി ലയിക്കുകയോ ചെയ്യലല്ല ഒരു വിശ്വാസി ചെയ്യേണ്ടത്. വിശ്വാസി ജീവിക്കുന്ന സമൂഹത്തിൽ അവൻ്റെ പ്രഥമമായ ദൗത്യം എന്ന് പറയുന്നത് അംറും ബിൽ മഅറൂഫി വ നഹ്യുൻ അനിൽ മുൻകർ, നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലുമാണ്. അപ്പം ഇത് ചെയ്യാനുള്ള വിശ്വാസിയുടെ ശ്രമത്തെയാണ്, അല്ലെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉപയോഗിക്കുന്നതാണ് രാഷ്ട്രീയം എന്നതുകൊണ്ട് ഞാൻ വിവക്ഷിച്ചിട്ടുള്ളത്. അപ്പം ഇസ്ലാമിലെ എൻ്റെ അടിസ്ഥാനം, ഈ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ടൊരു വിശ്വാസി എന്താണ് നിർവഹിക്കേണ്ടത്? വിശുദ്ധ ഖുർആനും പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും വ്യക്തമായ കാഴ്ചപ്പാടുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ഒരു ഭരണാധികാരിക്ക് എന്തൊക്കെ യോഗ്യതകളാണ് ഉണ്ടാവേണ്ടത്? ഹദറത്ത് യൂസുഫ് അലൈഹിസ്സലാം, സൂറത്ത് യൂസുഫ് നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹത്തെ ഒരു കള്ളക്കേസിൽ കുടുക്കി ജയിലിലടക്കുകയാണ്. അങ്ങനെ നിരവധി ദിവസങ്ങൾ, വർഷങ്ങൾ അദ്ദേഹം ജയിലിൽ കടന്നു. ഒടുവിൽ ആ നാട്ടിൽ ഒരു രാജാവ് സ്വപ്നം കാണുകയാണ്. ഈ നാട്ടിൽ ഇങ്ങനെ ഒരു സ്വപ്നം, ഇതിനെ വിശദീകരിക്കാൻ പറ്റിയ ആളാരാണ്? ഹസരത്ത് യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ കൂടെ ജയിലിൽ കിടന്ന ആൾ രാജാവിനോട് പറഞ്ഞു, സ്വപ്ന വ്യാഖ്യാനത്തിന് പ്രസിദ്ധനായ ഒരാൾ എനിക്കറിയാം, പക്ഷെ അദ്ദേഹം ജയിലിലാണ്. അപ്പം ജയിലിലേക്ക് ഒരാൾക്ക് ഓടിക്കയറാൻ പറ്റില്ലല്ലോ. അപ്പം അതിന് രാജാവിൻ്റെ പെർമിഷൻ വേണം. കാര്യങ്ങൾ യൂസുഫ് അലൈഹി ഇസ്ലാമിനോട് സംസാരിച്ചു. യൂസുഫ് അലൈഹി ഇസ്ലാം പറഞ്ഞു, എന്നെ വെറുതെ വിട്ടാൽ പോരാ, എനിക്കെതിരെ ആരോപണം ഉന്നയിച്ച ആളുകളുണ്ട്. ആ ആരോപണം ഉന്നയിച്ച ആളുകളുടെ അവസ്ഥ എന്താണ്? അവരിതിൽ അടിയുറച്ച് നിൽക്കുന്ന ആളുകളാണോ? ഞാൻ നിരപരാധിയാണെന്ന് ആ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടോ, ബോധ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കൂ. ഇപ്പം രാജാവിനോട് അന്വേഷണത്തിന് ഉത്തരം വിടുകയാണ് യൂസുഫ് അലൈഹി സ്വലാം. ഏത് ഭരണാധികാരിക്കും അവൻ്റെ ധാർമ്മികതയിൽ, അവൻ്റെ ഇടപാടുകളിൽ, വ്യവഹാരങ്ങളിൽ ആരോപണങ്ങൾ ഉണ്ടായാൽ ആദ്യം ചെയ്യേണ്ടത് അന്വേഷിക്കാൻ പറയലാണ്. അന്വേഷിച്ചു നോക്കൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ രാജാവിനത് പ്രഥമ ദൃഷ്ട്യാ തന്നെ ബോധ്യമായി, കള്ളക്കേസാണ്, കുടുക്കിയതാണ്. അതുകൊണ്ട് അവരോട് അന്വേഷിച്ച് അവർക്ക് യൂസുഫ് അലൈഹി ഇസ്ലാം നിരപരാധിയാണ് എന്ന് തികഞ്ഞ ബോധ്യമുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷമാണ് ജയിൽ മോചനത്തെക്കുറിച്ച് യൂസുഫ് അലൈഹി ഇസ്ലാം ആലോചിക്കുന്നത്.